അതെ, ഈ കുട്ടി പരീക്ഷയ്ക്ക് നല്ല അടിപൊളിയായി തോറ്റിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞുതരാം. നിങ്ങൾ എണീറ്റില്ലേ ഇതുവരെ? ഇന്ന് ഓഫീസിൽ പോണില്ലേ? ചായ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി അത് തണുത്തിട്ട് ചൂടാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ ചൂടാക്കി തരത്തില്ല. കേൾക്കുന്നുണ്ടോ എന്തേലും? എവിടെ? ഇന്ന് ലേറ്റാണ്. ഓ, ഇതെങ്ങനെയാ കുടിക്കുന്നത്? പഞ്ചസാര എടുത്തില്ല. പഞ്ചസാര എന്താ ഇവൾക്കെല്ലാം അലർജിയാണോ? അലർജി എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഷുഗറാണ്, മധുരം എന്നെ കൊണ്ട് ഒരുപാട് ആ മതി, നിർത്ത്. ഓ, രാവിലെ തന്നെ തുടങ്ങിക്കോളും. താമസിച്ച് വീട്ടിൽ വരുന്ന പോലെ ഇപ്പൊ ചായ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ കുറ്റം. ഇനി മുതൽ നീ ചായ ഉണ്ടാക്കണ്ടെന്നേ. ഉണ്ടാക്കാനും കുടിക്കാനും എനിക്കറിയാം. എന്നാ നല്ല ഉണ്ടാക്കി കുടിച്ചു. എന്താ ഇത്ര നാളായിട്ട് ഇത് കെട്ടാൻ പഠിച്ചില്ലേ? ഇന്ന് എക്സാം അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഫുൾ മാർക്ക് വാങ്ങിച്ചില്ലായിരിക്കും എൻട്രൻസ് പോകാൻ കാണാൻ പോകണം. എല്ലാത്തിനും അമ്മ വേണം. അതിൻ്റെ ഒരു നന്ദി ഒരുത്തർക്കും ഇല്ല. അപ്പൻ്റെ ദേഷ്യവും അമ്മയുടെ ഭീഷണിയും, പിന്നെ എങ്ങനെ ഈ കുട്ടി പരീക്ഷ നല്ല പോലെ എഴുതും? എന്നാൽ വാട്ടി അപ്പൻ ദേഷ്യപ്പെട്ടില്ലെങ്കിലോ, അമ്മ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിലോ? ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് പരീക്ഷയല്ലേ? നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. കണ്ടോ, ഇത്ര സിമ്പിളാണ് ഈ ഫോർമുല. മറ്റുള്ളവരുടെ സന്തോഷം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഹാപ്പി ആയിരുന്നൂടെ? ഇറ്റ് വിൽ മേക്ക് എവരിബഡീസ് ഡേ ബെറ്റർ വൺ. ഓൾവേസ് റിമെമ്പർ, വാട്ട് ഇഫ്